മുക്കുടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ സാധാരണ മുക്കുടി ആയുർവേദത്തിൽ നമ്മൾ പ്രമേഹ എന്നുള്ളൊരു കൽപ്പനയെ പറ്റി പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ കൂടുന്നതാണ് മുക്കുടി. നമ്മുടെ മോരും വെള്ളം എന്ന് വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാം. നമ്മൾ ഇതിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ 1 ഗ്ലാസ് ആദ്യം തൈര്, അതിൻ്റെ അതേ അളവിൽ തന്നെ വെള്ളം, പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത്, പിന്നെ കുരുമുളക് പൊടി. ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് കടഞ്ഞെടുക്കുക. ഇതാണ് മുക്കുടി. ഇത് നമ്മുടെ ആയുർവേദത്തിൽ പല രോഗങ്ങളിലും ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അർശ്വരോഗം, ഗ്രഹണി, അങ്ങനെ അഗ്നിയെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും, അതിസാരം, അർഷസ്, ഗ്രഹണി, അങ്ങനെയാണ് 3 രോഗങ്ങളാണ് ത്രിവിധ രോഗം എന്ന് പറയുന്നത്. അഗ്നിയെ ഡയറക്റ്റായിട്ട് ആശ്രയിക്കുന്ന 3 രോഗങ്ങളിൽ അർഷസ് എന്നും ഗ്രഹണി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിനെ മോഡേൺ ഡിസീസുമായിട്ട് കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. നമ്മൾ ആഹാരം കഴിച്ച ഉടനെ തന്നെ നമ്മൾ മലശോധന ചെയ്യാൻ തോന്നുക, കഴിച്ച ആഹാരമൊന്നും ദഹിക്കാതെ പോവുക, ഇങ്ങനെയൊക്കെ. ഈ 3 രോഗങ്ങളിലും ഇത് നമ്മൾ ശരിക്കും തക്രം എന്നാണ് പറയുന്നത്. തക്രത്തിൻ്റെ പ്രയോഗം പറയുന്നുണ്ട്, തക്രാരിഷ്ടം, അങ്ങനെ കുറച്ച് കൽപ്പനകളും കൂടി ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഇതാണ് മുക്കുടി. നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ മോര് കലക്കുന്നത് പോലെ ഇതിനകത്ത് കുരുമുളകും കൂടി ചേർക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് മുക്കുടി. നമുക്ക് എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കുമൊക്കെ കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. ഇതും കർക്കിടകത്തിൽ നമ്മൾ വടക്കോട്ടൊക്കെയുള്ള ഭാഗത്താണ് ഈ മുക്കുടി കൂടുതലായിട്ട് പ്രയോഗത്തിൽ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ സാധാരണ കർക്കിടകത്തിൽ കഴിക്കുന്ന പത്തില തോരനെ കുറിച്ചാണ്. അത് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലേക്കാണ് കൂടുതലായിട്ട് പ്രചാരത്തിലുള്ളത്. നമ്മൾ 10 ഇലകൾ എന്ന് പറയുമ്പോൾ താള്, തകര, തഴുതാമ, മത്തനില, ചേമ്പില, ചേനയില, പയറില, കൂവളത്തില, പിന്നെ നമ്മുടെ ചൊറിതണം അല്ലെങ്കിൽ കൊടിത്തൂവ എന്നിവയും, പിന്നെ ഒരു നെയ്യുണ്ണി ചീരയും. ഇത്രയും ഈ 10 സസ്യങ്ങളുടെ ഇലകളാണ് നമ്മൾ തോരനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. തോരൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ തോരൻ ചെയ്യുന്ന പോലെ തേങ്ങ ചതച്ചിട്ട് തോരനായിട്ട് കൂട്ടാറുണ്ട്. ഓരോന്നായിട്ടും ചെയ്യാറുണ്ട്. ഇത് ഒരുമിച്ച് 10 ഇലകളും കൂടിയും ഒരുമിച്ച് തോരനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കർക്കിടക മാസത്തിൽ മിക്ക ഇലച്ചെടികളും നമുക്ക് കഴിക്കാം. മുരിങ്ങ ഒഴിച്ചുള്ള എല്ലാ ഇലച്ചെടികളും നമുക്ക് കഴിക്കാവുന്നതാണ്. മുരിങ്ങയുടെ ഇല നമ്മളുടെ ഇതനുസരിച്ച് ശാസ്ത്രത്തിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളത്തിലുള്ള വിഷത്തിനെ അത് വലിച്ചെടുക്കുന്നത് കൊണ്ട് മുരിങ്ങയിലയിൽ ഈ കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് വിഷാംശം കൂടുതലുള്ളതിനാൽ മുരിങ്ങയില ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇലക്കറികളും ഇലകളും നമുക്ക് കറി വെച്ച് കർക്കിടക മാസത്തിൽ കഴിക്കാവുന്നതാണ്. ഇങ്ങനെ കർക്കിടക മാസത്തിൽ കഴിക്കാവുന്ന ഔഷധക്കഞ്ഞിയെ പറ്റിയും മുക്കുടിയെ പറ്റിയിട്ടും പച്ചില അല്ലെങ്കിൽ പത്തില തോരനെ പറ്റിയിട്ടും നമ്മളിവിടെ പ്രതിപാദിച്ചിരിക്കുന്നു.